അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ജനത്തെ ആശീർവദിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നോൻപ് കാലത്ത് മുഴുവനും അനുഷ്ഠിച്ച നോൻപും കൃപാസന ഉടമ്പടി എടുത്ത ആൾക്കാർ ജീവിച്ച ജീവിത രീതികളും സുവിശേഷത്തിൻ്റെ സാക്ഷീകരണങ്ങളായിട്ട് അവരങ്ങയുടെ തിരുവുദ്ധാനത്തിൽ സാക്ഷ്യം വഹിച്ചതിൻ്റെ ശക്തിയും ഞാനിപ്പോൾ സ്വാംശീകരിച്ചുകൊണ്ട് ജനത്തെ ആശീർവദിക്കണം. കർത്താവേ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടില്ലാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, കർത്താവേ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്.
ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവേ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ. അവിടെ പോയാൽ ആര് ഞങ്ങളെ സഹായിക്കും? പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നത് ആര് കല്ലെടുത്ത് മാറ്റിത്തരുമെന്ന്. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള ആശങ്കയാണ്. അവരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ആര് മാറ്റിത്തരും? ആര്? മേരി മാഗ്ഡലിനും മറ്റ് മറിയവും കൂസായുടെ ഭാര്യ മറിയവും എല്ലാവരും കൂടി കർത്താവിന് തിരുക്കല്ലിലേക്ക് വെളുപ്പാങ്കാലത്ത് ഓടുമ്പോൾ അവരുടെ ആശങ്ക ഉൾക്കൊണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ, ആ കല്ല് ആര് എടുത്ത് മാറ്റിത്തരും? അവർക്കതിനുള്ള കഴിവില്ല. പക്ഷേ പുരുഷന്മാർ, കഴിവുള്ളവരാരും അവിടെ കൂടെ ഇല്ല താനും. ഇങ്ങനെ സ്വാധീനം ആരുമില്ല, സ്വാധീനമുള്ളവരും ആരുമില്ല. ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്ന എല്ലാ മക്കൾക്കുമുണ്ട് ആ തടസ്സം. എൻ്റെ ഭാഷയുടെ തടസ്സം, ഭാഷ അറിയാൻ പാടില്ലാത്തതിൻ്റെയും പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെയും കല്ല് ആര് മാറ്റിത്തരും? എൻ്റെ വേണ്ട വിധം വേണ്ട സമയത്ത് ഞാൻ ഓർക്കണില്ല. പരീക്ഷക്കാരിൽ ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, അത് ആ സമയത്ത് ഓർത്തില്ലല്ല കർത്താവേ. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല കർത്താവേ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയിൽ കല്ല് വീണിട്ടുണ്ട്. ആ കല്ല് ആര് മാറ്റിത്തരും? അങ്ങനെ ആര് നിൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തരും എന്ന് ഓർത്ത് നീ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ, നിൻ്റെ കല്ല് കർത്താവ് മാറ്റുന്നതായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റ് നിൻ്റെ കല്ലുകൾ എടുത്ത് മാറ്റാൻ തന്നെയാണ്. അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ബൈ ചാൻസ് ആയിട്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഫലമായിട്ട് നടക്കുന്നതാണ്. നീ എൻ്റെ ആശങ്കകളുടെ കല്ലുകൾ അപ്പം തന്നെ അപ്രത്യക്ഷമാവുകയാണ് കർത്താവേ. അതുകൊണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. ഞങ്ങളുടെ കർത്താവ് ഉയർത്തുന്നേറ്റ ഈ വിഷയം, ഈ കാലത്ത് കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കളങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കളെ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ, കർത്താവിൻ്റെ നാമത്തിൽ, പുനരുദ്ധാനം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പുതിയ ഓഡിയൻസാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആവർത്തിക്കുമ്പോഴേ ചെറിയ സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അല്ല, വെറുതെ അതേപടി ഞാൻ ഒന്നും ആവർത്തിക്കത്തില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നറിയാമോ? കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിനെക്കുറിച്ചുള്ള മാതാവിൻ്റെ റെസ്പോൺസ്, അത് എൻ്റെ ഒരു വിഷയമാണ് എപ്പോഴും. ദ സൈലൻസ് ഓഫ് മേരി. വേറെ കുറേ മറിയം ഒക്കെ കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. മേരി മാഗ്ഡലിൻ, മറ്റേ മറിയം എന്നൊക്കെ പറയുന്ന കൂസായുടെ ഭാര്യ മറിയം, ഇവരൊക്കെ ഈ ഓട്ടവും പിടുത്തവും ബഹളമൊക്കെ കാണിക്കുന്നുണ്ട് പുനരുത്ഥാന ദിവസങ്ങളിൽ. അവരാണ് ചർച്ചയ്ക്ക് വരണത്. ശരിക്കും പുനരുത്ഥാന ദിവസം കണ്ട് നമ്മൾ രസമാണ്. അതായത് മാതാവ് നേരെ ഗ്രീൻ റൂമിലേക്ക് മാറും. എന്തൊരു ലൈം ലൈറ്റിൽ വരന്ന് നിൽക്കുന്നത് വേറെ മറിയമൊക്കെയാണ്. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, നീ എന്തുകൊണ്ടാണ് അമ്മയെ ബൂസ്റ്റ് ചെയ്യാതിരുന്നത്? നിൻ്റെ നീയും മറഞ്ഞ അമ്മയും മറഞ്ഞ പോലെയാണല്ലോ. അത് ഞാൻ ഈശോയോട് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ നീയും മറഞ്ഞു അമ്മയും മറഞ്ഞു ഒരേ സമയം തന്നെ കുരിശിൽ. അപ്പോൾ പരിശുദ്ധാത്മ എനിക്ക് ചില നോട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതല്ല. അതായത് മറിയം ആണ് പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി. ആര്? പരിശുദ്ധ അമ്മ. പക്ഷേ ഒരു സൈലൻ്റ് വിറ്റ്നസ്സിയാണ്.
മറിയം ഒരു 2 തരം പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാണുള്ളത്. പുനരുത്ഥാനത്തിന് ശേഷം 2 തരം സാക്ഷികളാണ്. ഒന്ന് സൈലൻറ്റ് സാക്ഷി, ചിലർ ഭയങ്കര ലൗഡായിട്ട് സ്പീക്ക് ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദമുഖരിതമായ സാക്ഷികൾ. നിശബ്ദ സാക്ഷികളുമുണ്ട്, ശബ്ദമുഖരിത സാക്ഷികളുണ്ട്. അപ്പം മാതാവ് ഇതിൻ്റെ അകത്ത് നിശബ്ദ സാക്ഷിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ 3ാമത്തെ ഹൃദയത്തെ സംഗ്രഹിപ്പാണ് ഇപ്പം നടക്കുന്നത്. മാതാവ് വളരെ ഗുരുതരമായ ഗൗരവതരമായ ചില വ്യക്തികളുണ്ടല്ല, എന്തെങ്കിലും മഹാകാര്യങ്ങൾ സംഭവിച്ചാൽ ഒന്നെങ്കിൽ അവർ ഓവർ ടോക്കറ്റീവ് ആവും, അല്ലെങ്കിൽ ചിലർ മിണ്ടടക്കം പാലിക്കും. അതുപോലെ അമ്മ ഈ സമയത്ത് ഒരു മിണ്ടടക്കം പാലിച്ചിരിക്കുക, എന്താണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അമ്മ നേരത്തെ 2 പ്രാവശ്യം ഹൃദയത്തിൽ സംഗ്രഹിച്ചതായിട്ട് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലിക ഹൃദയത്തിൽ സംഗ്രഹിപ്പാണ്. ഇപ്പം അമ്മ ഒരു നീണ്ട ഹൃദയത്തെ സംഗ്രഹിപ്പിലേക്ക് നീങ്ങുകയാണ് ഇപ്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോടാണല്ലോ എല്ലാം പറഞ്ഞത് ഈശോ. മാലാഖ പറഞ്ഞതും ഈശോ പറഞ്ഞതും അമ്മയോട് പറഞ്ഞതിൻ്റെ ഇതെല്ലാം പുനരുദ്ധാനത്തിൻ്റെ കണ്ടന്റ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അമ്മയോടായതുകൊണ്ട് അമ്മ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ്, മറിയം പരിശുദ്ധാത്മാവാണ് നിറഞ്ഞ ആളായതുകൊണ്ട് അത് വളരെ മിനിമം പറഞ്ഞാൽ മതി. നമ്മളോട് ഈ മാക്സിമം പറയണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കുറവായത് കാരണം കുറേ പറഞ്ഞാലാണ് നമുക്ക് പകുതി കിട്ടണത്. അമ്മയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അമ്മയോട് എന്താ പറഞ്ഞത്? ഒരു ജസ്റ്റ് നോളജേ കൊടുത്തുള്ളൂ. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, അത്രേ പറഞ്ഞുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പക്ഷെ അമ്മയോട് അത്രയും പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ് മറിയം. കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയോട് പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയും. ഈ പരിശുദ്ധാത്മാവ് ഫുൾ സിങ്ങായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം അമ്മയോട് ഒരു ഹിൻഡ് കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു 100 പ്രാവശ്യം പറഞ്ഞ പോലെയുള്ള ഇഫക്റ്റ് വരും. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യേശുവിൻ്റെ അമ്മയായ മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവൻ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മേലോട്ട് നോക്കുമ്പോൾ, ഈശോയ്ക്ക് നോക്കുമ്പോൾ ഈശോയുടെ മുകളിൽ തൂങ്ങിയ ഒരു അയ്യനാറയുണ്ട്. എന്താണത്? യേശു, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ് രാജാവ്, യുദ്ധയൂരും എന്നുവെച്ചാൽ യൂതന്മാരുടെ രാജാവ് നസ്രായനേശി. ഇതിനെക്കുറിച്ച് ഭയങ്കര കശപിശ വന്നതാണ്. ഇവർ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ അതുകൊണ്ട് വയലൻ്റായി. ഇത് വായിച്ച് വയലൻ്റായി. അവർ പിലാത്തോസോട് പറഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല, ഇത് ഫോഷ്കാണ് എഴുതിയിരിക്കുന്നത്, ഇവൻ പറഞ്ഞു എന്ന് പറയണം. ഇവൻ രാജാവെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, ഇവൻ പറഞ്ഞു ഇവനാണ് യഹൂദന്മാർ രാജാവെന്ന് പറയാം. അപ്പം പിലാത്തോസ് പറഞ്ഞു നോനോട് വാട്ട് ഐ ഹാവ് റിട്ടൺ ഈസ് റിട്ടൺ. പണ്ടത്തെ പോലെ നിങ്ങൾ അന്ന് ഇത് 2 ദിവസം ഇന്നലെ വൈകുന്നേരം ഭയങ്കര ചർച്ചയായിരുന്നില്ല. അപ്പം പെട്ട് നിൽക്കുകയാണ് യുദാസ്. ക്ലോഡിയ വന്ന് പറഞ്ഞൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ യുദാസ് പിലാത്തോസ് പറഞ്ഞ് ക്ലോഡിയ ഐ ആം ഇൻ ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ഇവന്മാരെങ്ങാനും പോയി സീസറിനോട് എനിക്കെതിരെ സംസാരിച്ചാൽ ഞാൻ കസേരന്ന് മാറേണ്ടി വരും, നിസ്സഹായാണ് ഞാൻ, നമ്മൾ രണ്ടും വഴിയിലായി പോകുമെന്ന് പറയും. സങ്കടപ്പെട്ട് ക്ലോഡിയ പോകും. പക്ഷെ ഇയാൾക്ക് തട്ട് കിട്ടിയിരിക്കുകയാണ്. അയാൾക്ക് അറിയാൻ തെറ്റാണ്. കൈ കഴുകിയാലും ആ കറ അദ്ദേഹത്തിന് ഹൃദയത്തിൽ പോകാതിരിക്കുന്ന കാരണം പിന്നെ ഇവർ വന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. അവിടെ അതിനെ കയ്യപ്പോൾ അതിനെ ജനക്കൂട്ടത്തെ വന്ന് പിലാത്തോസ് സ്വന്തം നിറം കാണിച്ച് പോയി നോക്കണമെന്ന്. ബട്ട് ഐ ഹാവ് റിട്ടൺ, ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ ഫോർ എവർ എന്ന് പറഞ്ഞു. എന്നൊക്കെ അതൊന്നും മാറ്റാൻ പറ്റത്തില്ല.
എന്താണ്? അവൻ രാജാവാണെന്ന്. അപ്പം അമ്മ ഇത് നോക്കുന്നുണ്ട് മുകളിലോട്ട്. ആരും വായിക്കാത്ത വായന അമ്മ വായിച്ചു കൂട്ടുന്നുണ്ട്. എന്താണ്? തന്നോട് പറഞ്ഞ കാര്യമാണിത്. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകാത്തത്, അവസാനമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് തൻ്റെ മകൻ കയറിപ്പോണത് അമ്മയാണ് ആദ്യം കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ. അന്ന് മുതൽ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ തുടങ്ങിയതാണ്. അതാണ് അമ്മയുടെ മൂന്നാമത്തെ ഹൃദയ സംഗ്രഹം എന്ന് പറയുന്നത്. അമ്മ എന്നും പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായി ശിഷ്യന്മാരെ പിന്നെ പുനരുദ്ധാനത്തിന് സാക്ഷികളാക്കാൻ പരിശീലിപ്പിക്കരുത് അമ്മ ചെയ്തത് മുഴുവൻ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു 12 വയസ്സായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വിഷയത്തിൻ്റെ മേലെ, പുനരുത്ഥാന വിഷയത്തിൽ അമ്മയ്ക്ക് വല്ലാത്ത ഒരു പുനരുത്ഥാനം എപ്പോഴും ചിലർക്ക് ദഹിക്കാൻ പാടുവരും. അപ്പം അമ്മയ്ക്ക് ഇവന് 12 വയസ്സായപ്പോഴും അമ്മയുടെ മനസ്സിൽ പുനരുത്ഥാന വിഷയം വന്നു. അതിനെക്കുറിച്ചൊക്കെ നാളെ കാണാം. തൽക്കാലം നിങ്ങൾ ഉയർപ്പിന് ദിവസം അമ്മയുടെ ആധ്യാത്മികമായി ഉയർത്തുന്നതിനെ കുറിച്ച് കൂടി നിങ്ങൾ ധ്യാനിക്കണം എന്ന് പറയണ കാര്യത്താൽ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി അമ്മയാണ്. ഈ ആൾക്കാരെ നിർത്തി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ഇതെൻ്റെ ഭാര്യ മിനിമോൾ, എൻ്റെ മോൾ പൗത്ര, ഒരു മോളും കൂടി ഉണ്ട്. ഞാനിവിടെ വരുന്നത് 2024 ഞാൻ ആദ്യമായിട്ട് എൻ്റെ വൈഫാണ് ഇവിടെ ഉടമ്പെടുക്കാൻ വന്നത്. അപ്പം ഞാനിവിടെ കയറിയില്ല, കാരണം ഞാൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. ഞാൻ മദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളൊക്കെ അടിച്ചാലും എനിക്കൊന്നും ആകത്തില്ല. ഞാൻ ഡ്രൈവറാണ്, ലോകമൊത്തം ഓടുന്ന ഡ്രൈവർ. പക്ഷേ വൈകുന്നേരമായ മൊത്തം കള്ളുകൂടിയാണ്. ഇവിടെ വൈഫ് ഉടമ്പെടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കയറിയില്ല. ഞാനിവിടെ വഴക്കുണ്ടാക്കിയിട്ട് അപ്പുറത്ത് ബാറിൽ പോയി കള്ളു കുടിക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ആരോന്ന് വിളിക്കുന്നു രാത്രി, നീ എണീറ്റ് രാവിലെ പള്ളി വരണമെന്ന്. ഞാനിത് ആരാ വിളിക്കുന്നത് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. 3 പ്രാവശ്യം വന്ന് വിളിച്ച്. പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പെടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞു ഒരാൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പിന്നെ ഇവിടെ മാനേജർ ചോദിച്ചപ്പോൾ പറഞ്ഞു എടുക്കാൻ പറ്റും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ വൈഫും മക്കളും പറഞ്ഞു അച്ഛനെ കൊണ്ട് ഇത് പറ്റത്തില്ല, കാരണം വെച്ചാൽ അച്ഛൻ എപ്പോഴും കുടിയാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാനിത് ഉടമ്പടി പൂർണ്ണമായി പാലിച്ചു ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ കുടിച്ചില്ല. ഇതുവരെയായിട്ട് 2 വർഷമായി. ഇതുവരെ ഞാൻ കുടിച്ചില്ല. ഇതുവരെ കുഴപ്പമില്ല, പോകുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുന്നു. ഞാൻ പിന്നെ ഉടമ്പടി ഒരു നിയമം വെച്ചിരുന്നു, എനിക്ക് വണ്ടി മേടിക്കാൻ വേണ്ടി. അതിന് എൻ്റെ 5 പൈസയോ ഒന്നുമില്ലായിരുന്നു. ഞാൻ വണ്ടി ഒരെണ്ണം ബുക്ക് ചെയ്തു. പക്ഷേ ആ വണ്ടി എടുക്കാൻ പോയപ്പോൾ ലോണൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ആ വണ്ടി പോയി. ഒരു പ്രാവശ്യം അച്ഛനെ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി. 4ാമത്തെ ഉടമ്പടി പുതിയപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ ഒരു ഭാഗ്യം കിട്ടി. അച്ഛനന്ന് എനിക്ക് 74 എന്നൊരു നമ്പർ തന്നു. എനിക്ക് ആ നമ്പർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടിയില്ല. അങ്ങനെ 5ാമത്തെ ഉടമ്പടിയായി. അങ്ങനെ വീണ്ടും ഞാൻ ബാങ്കിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, സാറേ പിന്നെ എനിക്ക് ലോൺ തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ലോൺ പറഞ്ഞ് പേപ്പറും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പേപ്പറിനകത്ത് അമ്മയുടെ തൈലവും തൊട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കാശ് രൂപമായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു പേടിക്കേണ്ട, ലോൺ തരാം, ബാക്കി പൈസ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ലോൺ കിട്ടി, ഒരു കുഴപ്പമില്ല, ലോണൊക്കെ പാസ്സായി, പൈസ എല്ലാം കൊടുത്തു, വണ്ടി എടുക്കാൻ പോകുന്നു. പിന്നെ ഞാൻ വാടകയ്ക്ക് മുഹമ്മയിലാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് വാടക വീട് കുറേ നോക്കിയിട്ടും കിട്ടിയില്ല. ഒരു പ്രാവശ്യം ഞാൻ ഓട്ടം പോയി കഴിയപ്പോഴത്തേക്ക് രാത്രി സ്വപ്നം കണ്ട് അമ്മ എനിക്കൊരു വീട് കാണിച്ചു തന്നു. ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞ് നീ ഇന്ന് കാണാൻ പോകുന്ന വീട് അതിനകത്തൊരു വലിയ മതിലുള്ള വീടായിരിക്കും, അതിനകത്തൊരു തിരുകുടുംബത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും, ആ വീട് നീ എത്ര വാടക എടുത്തോന്ന് പറഞ്ഞു. വൈഫോട് ചെന്ന് തുറന്നു നോക്കുമ്പോൾ കണ്ടത് തിരുകുടുംബം ഇരിക്കുന്ന വീടാണ്. ആ വീടാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ് പത്രം മേടിച്ചുകൊണ്ട് പോകും, എല്ലാവർക്കും കൊടുക്കും. പിന്നെ മലയാളം പത്രം ഇതുവരെ പത്രം മുടക്കി, 2 വർഷമായിട്ട് പത്രം മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും എപ്പോഴും എൻ്റെ പത്രം ഉണ്ടാവും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാരെ കാണും തമിഴ്നാട്ടിൽ പോയാൽ, അവർക്കൊന്നും ഭക്ഷണമില്ല. അപ്പോൾ ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുക്കും. ഹോസ്പിറ്റലിൽ പോകാൻ പൈസ കൊടുക്കും. ഞാൻ രാവിലെ 4:30 മണിക്ക് എണീക്കും, അത് എവിടെ പോയാലും എണീക്കും. എണീറ്റിട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ജപമാല ചൊല്ലുന്നത്. 5:30 മണിക്ക് അച്ഛന് ഡെയിലി ബ്രെഡ് ഉണ്ട്, അതെല്ലാവർക്കും ഷെയർ ചെയ്യും. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വണ്ടി ക്ലീൻ ചെയ്തെല്ലാം ചെയ്യുന്നത്. ഇന്നവരത് മുടക്കിയിട്ടില്ല. വൈകിട്ടത്തെ അച്ഛൻ്റെ സന്ധ്യാപ്രാർത്ഥന ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. പിന്നെ അച്ഛൻ ദാനം കേൾക്കും. പിന്നെ
സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. ഞാനിവിടെ നിന്ന് ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ചെന്നൈക്ക് പോകുന്നത്. ആ ഒറ്റയ്ക്ക് അവിടെ എത്തുന്നവരെ ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ട് ഞാൻ പോകത്തുള്ളൂ. ഇത്ര അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഞാനിപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, അച്ഛനെ കൊണ്ട് ആ വണ്ടി ഒന്ന് വെഞ്ചരിപ്പിക്കണമെന്ന്. എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അമ്മ തന്ന ഗിഫ്റ്റാണ് ഈ വണ്ടി, അമ്മയുടെ കളറാണ് ഈ വണ്ടി. ഞാൻ 2:30 മണിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്താണ് എടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നത്. ഇവിടെ നിന്ന് നേരെ വണ്ടി എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. വളരെ മദ്യപാനിയായിരുന്നു. അത് കാരണമാണ് അമ്പലപ്പുഴയിലാണ് ഫസ്റ്റ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടുന്ന് പോന്നു. ചേട്ടൻ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അമ്പലപ്പുഴ. അവരുമായിട്ട് ഭയങ്കര മദ്യപാനമായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒന്ന് ബിടെക് കഴിഞ്ഞു, രണ്ടാമത്തത് +2 ഇപ്പോൾ പഠിക്കുകയാണ്. വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ചേട്ടൻ്റെ കള്ളുകൂടി കാരണം. അങ്ങനെ ഞങ്ങൾ മുഹമ്മയിലേക്ക് താമസം മാറി. അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാടക വീടെടുക്കാൻ ഫസ്റ്റ് വന്നു, പക്ഷേ കിട്ടിയില്ല. ഇങ്ങനെ നോക്കി നടന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു മാതാവിരിക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. മാതാവിരിക്കുന്ന വീട് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഞങ്ങൾ ഹിന്ദുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് മാതാവിരിക്കുന്നത്? ആരെങ്കിലും മാതാവുള്ള വീട് അവരവർ പൂജിക്കുന്ന ദേവന്മാരെ വെച്ചിട്ട് പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഞാൻ ഒരു വാടക വീട് കണ്ടു, ഓണർ വന്ന് തുറന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഒരു തിരുകുമാരൻ്റെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു തിരുകുമാരൻ്റെ ഒരു തിരുകുടുംബം എന്ന് പറയാം. എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം കൊണ്ട് വയ്യ. അങ്ങനെ ചേട്ടനോട് ഞാൻ വിളിച്ചു പറഞ്ഞു 9,000 രൂപയാണ് അതിൻ്റെ വാടക. അപ്പോൾ ഞങ്ങൾക്കൊണ്ടത് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് അമ്പലപ്പുഴ വീടുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അവിടുന്ന് 6,000 രൂപ കിട്ടും. പിന്നെ ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ പറഞ്ഞു അതെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീടെടുത്തു. ആ വീട്ടിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി താമസിക്കുകയാണ്. അപ്പോഴാണ് ചേട്ടനൊരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യമൊക്കെ വണ്ടി എടുത്ത് വളരെ നഷ്ടത്തിൽ. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു കുറേ വർഷം. അത് കഴിഞ്ഞാണ് നാട്ടിൽ വന്നത്. അപ്പോൾ ചേട്ടന് വണ്ടിയെടുത്ത് ഒത്തിരി നഷ്ടത്തിലൊക്കെ പോയി. പിന്നെ കള്ളുകൂടി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ വണ്ടി എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ചേട്ടനൊരു വണ്ടി ഒരു ഫ്രണ്ട് ഒരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെടുക്കാം, ലോണിന് ചെന്നു. പക്ഷേ ലോൺ അപ്പോൾ പാസ്സായി കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾ എടുക്കണ്ട എന്നുള്ളൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ മാതാവിൻ്റെ ചേട്ടൻ കള്ളുകൂടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടിയൊക്കെ എടുത്തു. ഉടമ്പടിയിൽ നല്ല രീതിയിൽ ചേട്ടൻ ഏറ്റവും പെർഫെക്റ്റായിട്ട് ചേട്ടൻ 4:30 മണിക്ക് എണീക്കും. എന്നെക്കാളേറെ പെർഫെക്റ്റായിട്ടാണ് ചേട്ടൻ ചെയ്യുന്നത്. 4:30 എണീക്കും, ജപമാല ചെല്ലും. എനിക്ക് ജപമാല ചെല്ലാനൊന്നും അറിയില്ലായിരുന്നു. ഹിന്ദു ആയതാണ് നമുക്ക് അങ്ങനെ അറിയില്ല. ചേട്ടൻ പക്ഷേ ജപമാല ചെല്ലും, 1000 കൊന്ത ചെല്ലും ഞങ്ങൾ. പിന്നെ എപ്പോഴും 5:30 എണീറ്റ് ഇത് കാണും, അച്ഛൻ്റെ പ്രത്യക്ഷീകരണം അത് ചെല്ലും. പിന്നെ 7 മണിക്ക് സായാഹ്ന പ്രാർത്ഥന കേൾക്കും. അത് കഴിഞ്ഞ് കൊന്ത ചെല്ലും. ഇപ്പം എൻ്റെ മക്കളും അതേ രീതിയിലാണ്. എൻ്റെ ഇളയ മകളാണിത്, 10th 10+ കിട്ടിയിട്ടുണ്ട്. അവളും മാതാവിൻ്റെ ഭയങ്കര ഭക്തയാണ്. മാതാവിനെ എപ്പോൾ പോയാലും മാതാവിൻ്റെ തൈലം തേക്കാതെ സ്കൂളിൽ പോകില്ല. വചനം ബൈബിൾ നോക്കി വചനം എഴുതി പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് അവൾ എന്നും പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൾക്ക് ടെൻഷനാണ്. എങ്കിൽ പോലും മാതാവിൻ്റെ വചനങ്ങളെല്ലാം അവൾ ഭയങ്കര വചനത്തിലൊക്കെ ഭയങ്കര ഇതാണ്. അവൾക്കത് നല്ലതുമാണ്. അങ്ങനെ ഞങ്ങൾ ആ വീട് ഞങ്ങളിപ്പോൾ ചേട്ടനൊരു വണ്ടി അങ്ങനെ ലോൺ വെച്ചു, രണ്ടാമത് ലോൺ വെച്ചു. അത് പൈസ ഇല്ലായിരുന്നു. എന്നിട്ട് ഒരു ഫ്രണ്ട് ഇപ്പം 27 ലക്ഷം രൂപയാണ് വണ്ടിയുടെ ഇത്. ചേട്ടൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന വണ്ടിയാണ് ആഗ്രഹിച്ചത്. ആദ്യം ഹൈക്രോസ് ആണ്. അത് കഴിഞ്ഞിപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു ഹൈബ്രിഡ് എന്ന് പറയുന്ന വണ്ടി തരാം, 27 ലക്ഷം രൂപയാകും, 5 ലക്ഷം ഞങ്ങൾ കെട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ പൈസയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി പറഞ്ഞു എത്ര പൈസ ഉണ്ടെങ്കിലും ഞങ്ങളത് തരാം. അങ്ങനെ 5 ലക്ഷം രൂപ പുള്ളി യാതൊരു ഇതുമില്ല, ഒന്നുമില്ല, ഞങ്ങളുമായിട്ട് അത്ര ബന്ധമൊന്നുമില്ല. പക്ഷേ പുള്ളി ആണ് 5 ലക്ഷം രൂപ തന്നത്. മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. 5 ലക്ഷം തന്ന് ഞങ്ങളിപ്പോൾ ലോണെല്ലാമായി വണ്ടി വ്യാഴാഴ്ചയാണ് റിലീസിങ് പറഞ്ഞത്. പക്ഷേ ചേട്ടൻ പറഞ്ഞു വേണ്ട, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അച്ഛൻ പറഞ്ഞതുപോലെ 7-ാം തീയതിക്ക് നമുക്ക് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ബാങ്കുകാർ വിളിച്ചിട്ട് 6-ാം തീയതി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ മാതാവ് ഞങ്ങൾക്ക് ആ വണ്ടി സാധിച്ചു തന്നു. ഇന്ന് ഞങ്ങൾ ഇതുവഴി പോയി 2:30 അവിടുന്ന് ഷോറൂമിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ് വണ്ടി. മാതാവിൻ്റെ കളറായ ഗ്രേ കളറാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ വണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് പറയാൻ തന്നെ വളരെ സന്തോഷമാണ്. മാതാവ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ചെയ്തു തരുന്നുണ്ട്. എൻ്റെ മോളിപ്പോൾ ബിടെക് കഴിഞ്ഞിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ്. ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, 2 ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. എല്ലാ ഇൻ്റർവ്യൂവിലും അവളെ കയറ്റി വിട്ടത് മാതാവാണ്. ഇപ്പോൾ അവൾ പറയുന്നത് എൻ്റെ മെറിറ്റ് ഇല്ല. അവൾ ഫസ്റ്റ് ടൈം അവൾ വിചാരിച്ചു അവൾക്കാണ് മെറിറ്റെന്ന്. പക്ഷേ ഇപ്പോൾ അവൾ പറയുന്നത് എനിക്ക് മെറിറ്റ് 0 മാതാവാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത്. ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് 2:30. അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. അവൾക്കും മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടും മാതാവിൽ വിശ്വസിച്ച് ഞങ്ങൾ ചെയ്യും. എല്ലാ ദിവസവും ഞങ്ങൾ വരും. ഞങ്ങൾ അമ്പലപ്പുഴ മുഹമ്മയിലാണ് താമസിക്കുന്നത്. എല്ലാ ദിവസവും പറ്റുന്ന മുഴക്ക് ദിവ്യബലി കൂടി ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എങ്കിലും ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ എല്ലാം പഠിച്ചു.
ഇപ്പം ഞങ്ങൾ 1000 കൊന്തയിലും ഡെയിലി 1000 കൊന്തയിലും മോള് ജപമാല ചൊല്ലും, ചേട്ടൻ ചൊല്ലും, എല്ലാം ഞങ്ങൾ വളരെ മാതാവ് തന്നതിന് 1000 മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. വളരെ വളരെ ഒരു പുതിയൊരു ജീവിതത്തെപ്പറ്റി, അതായത് വളരെ തകർച്ചയിലിരുന്ന കുടുംബ ബന്ധങ്ങൾ തകർന്ന സ്ഥിതിയിൽ, സാമ്പത്തികമായിട്ട് തകർന്ന സ്ഥിതിയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന രീതിയിൽ നിന്ന ഈ കുടുംബമാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. 30 വർഷം ഉണ്ടായിരുന്ന മദ്യപാനം വെറും ഒരു ദിവസത്തെ ഉടമ്പടി എടുത്ത ഉടനടിയാണ് പരിശുദ്ധ അമ്മ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന്. ദൈവമാണ്, ഈശോയാണ് ഈ മകനെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇവിടെ വരികയും ഒരു പുതിയ ജീവിതമാണ്, ഒരു പുതിയ ജീവനാണ് ഈ സഹോദരൻ ലഭിച്ചത്, രാജേഷിന് ലഭിച്ചത്. പിന്നീട് ഒരു നല്ലൊരു ഡ്രൈവറാണ്, വാഹനം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിലൊന്നുമില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്തും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ സമാധാനത്തോടെ പറഞ്ഞു, അച്ഛനെ സ്വപ്നം കണ്ടു ഈ മകന്, രാജേഷ് പേടിക്കേണ്ട, എല്ലാം ശരിയാകുമെന്നാണ് അച്ഛൻ സ്വപ്നത്തിൽ പറഞ്ഞതെന്നാണ് ഈ മകനെ സാക്ഷ്യപ്പെടുത്തിയതിനോട്. അതിന് പ്രകാരം 74 എന്ന നമ്പർ കാണിക്കുകയും ഈ മകൻ്റെ ഉടമ്പടി പുസ്തകത്തിൽ അന്ന് എഴുതിയിട്ടിരുന്നു 74/2026 എന്ന്. അച്ഛൻ പറഞ്ഞത് പ്രകാരം 74 നാളെയാണത്. ഇന്ന് ഈ മകനെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് മാത്രമാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നത്. ഈ മകൻ തന്നെയല്ല, കുടുംബത്തിലുള്ള എല്ലാവരും ഉടമ്പടിയിലാണ്. മക്കളും ഈ മൂത്ത മകളിന് ഇൻ്റർവ്യൂ ഉണ്ട്, പക്ഷെങ്കിൽ പറയുന്നത് എൻ്റെ മെറിറ്റല്ല, വീട്ടൊക്കെ ഞാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് എന്നാണ്. രണ്ടാമത്തെ മോള് 16 വയസ്സ് തികഞ്ഞില്ല, പക്ഷെങ്കിൽ മോള് പറഞ്ഞത് 16 വയസ്സ് തികയുമ്പോഴേ ഞാൻ ഉടമ്പടി എടുക്കുമെന്നാണ്. ക്രൈസ്തവ മക്കളുടെ സാക്ഷ്യമാണ്. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവാണ്, ഒരു ജീവിതം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വാഹനം മേടിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹപ്രകാരം തന്നെയാണ് 5 ലക്ഷം രൂപ ഇപ്പോഴത്തെ കാലത്ത് ആര് കൊടുക്കും? പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ കൂടെ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണ് ഇവർക്ക് ആ സാമ്പത്തികമായിട്ടുള്ള അമ്മ ഇടപെട്ട് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുകയും എല്ലാം ബുക്ക് ചെയ്യുകയും എല്ലാം ഇവിടെ ഇന്ന് വരെ ഉള്ളത് എല്ലാം ഈശോയും അമ്മയും കാത്തുപരിപാലിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. വണ്ടി മേടിക്കുമ്പോഴും അമ്മ തന്നതാണെന്ന് അറിയുവാനായിട്ട് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഗ്രേസ് കളറാണ്, അത് അമ്മയുടെ കളർ തന്നെയാണ്. അതും പരിശുദ്ധ അമ്മ ഇടപെട്ട് അമ്മയുടെ ഗിഫ്റ്റ് തന്നെയാണെന്നാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ലോണിന് പോയപ്പോഴും ഉടമ്പടി വസ്തുക്കൾ എപ്പോഴും ഇവരുടെ കൈവശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം സാങ്ഷൻ ആവുകയും പിന്നീട് വാടക വീട്ടിൽ പോയപ്പോൾ ഈ മകൻ തന്നെയാണ് പറഞ്ഞത്, പോകുന്ന വീട്ടിൽ ഒരു വലിയ മതിൽ കാണും, അവിടെ ഒരു തിരുക്കുടുംബത്തിൻ്റെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ആ വീട് നമുക്കുള്ളതാണ് എന്ന്. എത്ര രൂപയാണെന്ന് നോക്കണ്ട, തിരുക്കുടുംബത്തിൻ്റെ പടമുണ്ടെങ്കിൽ ആ വീട് നമുക്കുള്ളതാണ്. അതിന് പ്രകാരമാണ് ആ വാടക വീട്ടിലേക്ക് അവർ വരികയും ചെയ്തത്. അങ്ങനെ എല്ലാവിധത്തിലും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും ഇവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു ചെല്ലുകയാണ്. ആ കൊച്ചുമകൾ തന്നെ വചനം എഴുതി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പോകുന്ന വഴിക്കെല്ലാം വചനം പഠിക്കുവാനായിട്ട് ഈശോയുടെയും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ കൃപാസനം ഉടമ്പടിയിൽ ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു സമർപ്പണമാണ്, ഫലം കായ്ക്കുന്ന ആത്മീയതയിലേക്കുള്ള ഒരു സമർപ്പണ ജീവിതമാണ് ഉടമ്പടിയിലൂടെ നമ്മെ നയിക്കുന്നത്. പ്രാർത്ഥനയിലെ സ്ഥിരതയും പാപത്തിൽ നിന്ന് മോചനവും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും വിശ്വാസത്തിലെ പൂർണ്ണമായ ഒരു വളർച്ചയുമാണ് മരിയൻ ഉടമ്പടിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും വിശ്വസ്തയോടെ നമുക്ക് ഉടമ്പടി ചെയ്ത് മുന്നോട്ട് നയിക്കാം. നമ്മൾക്കും ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രാജേഷിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് മുംബൈയിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ പേര് ജെയിംസൺ, എൻ്റെ വൈഫിൻ്റെ പേര് ജിൻസി. 4 വർഷമായിട്ട് ഞങ്ങൾ അകന്നു കഴിയുകയായിരുന്നു. 2022 മാർച്ച് മാസം 18-ാം തീയതിയാണ് എൻ്റെ വൈഫ് എൻ്റെ അടുത്തുനിന്ന് പോയത്. ഒരു സുഖമില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ വളരെയധികം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ,
എൻ്റെ വൈഫിനെ തൊടണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ജിൻസിയെ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ആ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അനുഭവമുണ്ടായി, ജിൻസി ഈശോയുടെ തിരുരക്തത്തിൽ മുക്കപ്പെടുന്നതായിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ശക്തമായൊരു ബോധ്യമുണ്ടായി, അടുത്ത ദിവസം എന്നെ വിളിക്കും. അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ 5:45 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ ഡീപ്ലി റിഗ്രറ്റ്, ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി. അപ്പം ഞാൻ ഈശോനോട് ചോദിച്ചു, ഈശോ എന്താണ് അങ്ങ് പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, വീണ്ടും എന്താണ് ജിൻസി തിരിച്ചു പോയത്? അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതമായിരുന്നു അത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ള അതേ വേർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയോ ഉടമ്പടിയുടെ ഒരു മെയിൻ വാക്യമാണ് അതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഉടമ്പടിയിലേക്കാണ് പരിശുദ്ധ അമ്മ എന്നെ വിളിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഇത്രയും മനസ്സിലായുള്ളൂ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. പള്ളിയിൽ കുർബാനയ്ക്ക് മുമ്പ് കൊന്തയുണ്ടായിരുന്നു. അപ്പോൾ കൊന്തയിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയുമായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ, മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥനയുമായി മുമ്പോട്ട് പോകുമ്പോൾ, ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന ആ നവി മുംബൈയിൽ അവിടെ ഞങ്ങൾ സീറോ മലബാർ റീത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ പള്ളിയിൽ ചൊവ്വാഴ്ചകളിൽ കുർബാനയില്ല. അതുകൊണ്ട് ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ബസ്സിലാണ് പള്ളിയിൽ പോകുന്നത്. ബസ് വന്നു. അപ്പോൾ ഏതോ ഒരു ഫോഴ്സ് എന്നെ ആ ബസ്സിൽ കയറുവാനായിട്ട് നിർബന്ധിച്ചു. ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ ഓർത്ത്, ഞാൻ എങ്ങോട്ട് പോകും, പള്ളിയിൽ കുർബാനയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ലാറ്റിൻ പള്ളിയിൽ കുർബാനയുണ്ടല്ലോ, അവിടെ പോകാം. അങ്ങനെ ലാറ്റിൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ എന്നോട് വന്ന് ചോദിച്ചു, ലീജിയൻ ഓഫ് മേരിയിൽ ജോയിൻ ചെയ്യാവോ? അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയിരുന്നതുകൊണ്ട് ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യാം. അന്ന് തന്നെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ കൂടുതലായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം ഞാൻ പാലിക്കാൻ തുടങ്ങി. രോഗികളെ സന്ദർശിക്കുക, പാവപ്പെട്ടവരെ കാണുക, അതുപോലെ ഓൾഡ് ഏജ് ഹോമിലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക. ഇതെല്ലാം ഉടമ്പടി നിബന്ധനകളാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും മാതാവ് എന്നെ ഉടമ്പടിയിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ എന്നിൽ നടത്തുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലീജിയൻ ഓഫ് മേരിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പിന് വേറൊരു പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു ബ്രദറുമായി പരിചയപ്പെട്ടു. ആ ബ്രദർ ഇവിടെ വർഷങ്ങളായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ നിയോഗത്തിൽ മാതാവ് ഇടപെടും, അതുകൊണ്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, ഉടമ്പടി ജീവിതം നയിക്കാനായിട്ട്. എനിക്ക് കുറേ നേർച്ച വസ്തുക്കളൊക്കെ ആ സഹോദരൻ തന്നു. ഞാൻ ആ നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തവർക്കെല്ലാം അത്ഭുതകരമായ ഇടപെടലുകൾ അവരുടെ എല്ലാം ജീവിതത്തിലുണ്ടായപ്പോൾ എനിക്ക് വളരെ ശക്തമായ ബോധ്യമായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ഇവിടെ എത്തുന്നത് 2022 ഡിസംബർ 7-ാം തീയതിയാണ്. ഞാൻ ആ ഡേറ്റ് ഒന്നും നോക്കിയിട്ടല്ല ടിക്കറ്റ് എടുത്തത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7-ാം തീയതി എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ എത്തുമ്പോൾ വി.പി. ജോസഫ് അച്ഛനൊക്കെ പുറത്ത് കാത്തു നിൽക്കുകയാണ്, ബിഷപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിനത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയിൽ എത്തുവാനും ഉള്ള കൃപ എനിക്ക് ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത ദിവസം ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ആദ്യമായി എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എറണാകുളത്തുള്ള എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ മാതാവിൻ്റെ രൂപവും നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അവർ തന്നെ അറിയുന്നത് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തെന്നൊക്കെ അറിയുന്നത്. അടുത്ത ദിവസം തന്നെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. തിരിച്ച് ഞാൻ മുംബൈയിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു ശബ്ദം കേട്ടു, മാതാവിൻ്റെ സ്വരം, നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോകും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമായി, സാക്ഷ്യങ്ങളിലെല്ലാം കേൾക്കുന്ന പോലെ ഉടമ്പടിയിൽ ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്നത് മാതാവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ നിയോഗം പൂർത്തീകരിക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി.
2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ചയുണ്ടായി. വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. ഉടമ്പടി പുതുക്കിയതിന് ശേഷം കൂടുതലായിട്ട് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ടുള്ള കൃപയാണ് എനിക്ക് മാതാവ് തന്നത്. അതിനുശേഷം അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു. ആ ടോക്കണിൽ എഴുതിയിരുന്നത് അകന്നു കഴിയുന്ന ദമ്പതികളെ ഒരുമിപ്പിക്കുമെന്ന് മാത്രമായിരുന്നു. പക്ഷേ അച്ഛൻ അത് വായിച്ചിട്ട് ചോദിച്ചു എന്നോട്, വൈഫിൻ്റെ പേരെന്താണ്? ഞാൻ ജിൻസി എന്ന് പറഞ്ഞു. ജിൻസി തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥയിലാകട്ടെ സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് വെഞ്ചരിച്ച ഒരു മാതാവിൻ്റെ കാശുരൂപം തന്നു. ആ കാശുരൂപം എങ്ങനെ കൊടുക്കുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുമായിട്ട് ചെന്നാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എങ്ങനെ ഈ കാശുരൂപം എൻ്റെ വൈഫിന് കൊടുക്കും, കഴുത്തിലിടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മാതാവ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ തിരിച്ച് മുംബൈയിൽ എത്തിയതിന് ശേഷം 2 ആഴ്ചയ്ക്കകം എൻ്റെ വൈഫും വീട്ടുകാരും ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വന്നു. അവർ വന്നത് തിരിച്ചു വരാനൊന്നും ആയിരുന്നില്ല. അവർക്ക് കോടതിയിൽ ഡിവോഴ്സ് കേസിന് പോകാനായിട്ട് പ്രോപ്പർട്ടിയുടെ പേപ്പർ ചോദിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രോപ്പർട്ടിയുടെ പേപ്പർ തരാം, പക്ഷേ ഈ കാശുരൂപം ജിൻസിയുടെ കഴുത്തിലിടണം, അതുപോലെ നമ്മൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം എന്ന നിബന്ധന പാലിക്കാമെങ്കിൽ മാത്രമേ ഞാൻ പ്രോപ്പർട്ടി പേപ്പർ തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം ജിൻസി കഴുത്തിൽ മാലയിൽ അത് ഇടാമെന്ന് സംബന്ധിച്ച് അപ്പോൾ തന്നെ ഇടുകയും ചെയ്തു. അങ്ങനെ അന്ന് അവർ പോയി. അതിനുശേഷം വീണ്ടും ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാതാവ് എനിക്ക് മെസ്സേജുകൾ തരാൻ തുടങ്ങി. മാതാവിൻ്റെ ദർശനം എനിക്ക് തന്നു, സുഗന്ധാഭിഷേകമുണ്ടായി, വചനത്തിലൂടെ മാതാവ് സംസാരിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നോട് ദൈവം സംസാരിച്ചത് എങ്ങനെയാണ്, ഇതൊരു നഷ്ടമല്ല, കൂടുതലായിട്ട് അഭിഷേകം ചെയ്യാനാണ് എന്നെ ദൈവം ഈ കാലയളവ് എനിക്ക് നൽകിയതെന്നാണ്. അങ്ങനെ 2023 കടന്നുപോയി. 2024 ജനുവരിയിൽ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് മാതാവ് ഒരു മെസ്സേജ് തന്നു, കുരുക്കുകൾ അഴിക്കുന്നതായിട്ട്. അങ്ങനെ ഈ മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഉടമ്പടി ജീവിതത്തിന് മുമ്പോട്ട് പോകുവാനും ആ വിശ്വാസത്തിൽ എൻ്റെ വൈഫ് തിരിച്ചു വരുമെന്നുള്ള ആ പ്രത്യാശയിൽ മുമ്പോട്ട് പോകാനും എനിക്ക് അതൊരു വളരെ എന്നെ സഹായിച്ചിരുന്നു. കാരണം മാതാവ് സാന്നിധ്യം കൊണ്ടും മെസ്സേജ് കൊണ്ടും എന്നെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2024 എനിക്ക് കോർട്ടിൽ നിന്ന് നോട്ടീസ് കിട്ടി. അത് ഡിവോഴ്സിനുള്ള നോട്ടീസായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി നാട്ടിൽ വന്നു. വീണ്ടും ഉടമ്പടി പുതുക്കി. കോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ടായിരുന്നു. യേശുവിൻ അമ്മേ മാതാവേ, അരിമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. അത് പാട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങളെ കൃപാസന മാതാവ് സാക്ഷ്യം പറയുവാനായിട്ട് കൃപാസനത്തിലേക്ക് വിളിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഇരിങ്ങാലക്കുടയിലാണ് കോർട്ട്, അപ്പോൾ രാവിലെ പോകണം, കൊടുങ്ങല്ലൂർ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ വൈറ്റിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നി. ഞാൻ അവിടെ ഒരു മുസ്ലിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ അവിടെ ഇരുന്ന് ആ ടേബിളിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു മാതാവിൻ്റെ രൂപമാണ്. ആ മാതാവിൻ്റെ രൂപം അപ്പോൾ എനിക്ക് ഉറപ്പായി, ആ പാട്ട് എനിക്ക് കിട്ടിയത് മാതാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് സാന്നിധ്യം എനിക്ക് തരുന്നതാണെന്നും ആ റെസ്റ്റോറൻറ്റ് വൈറ്റിലിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ കൃപാസന മാതാവ് സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ വിളിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ആദ്യമായി ഞാൻ കോർട്ടിലെത്തി. കൗൺസിലിങ്ങിനാണ് പോകുന്നത്. അവിടെ ഞാൻ കോർട്ടിൽ ഉപ്പിട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കൗൺസിലിംഗ് ഒക്കെ ഫെയിലായി. അത് കോർട്ടിലേക്ക് പോയി. 1 മാസത്തിന് ശേഷം കോർട്ടിൽ വന്നു. കോർട്ടിൽ ജഡ്ജി ഇവരുടെ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, മീഡിയേഷന് പോകാനായിട്ട് താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ഭാഗത്തുള്ള അഡ്വക്കേറ്റ് പറഞ്ഞു, ഇല്ല, മീഡിയേഷന് പോകണ്ടെന്ന് പറഞ്ഞു. വീണ്ടും 1 മാസത്തിന് ശേഷം അത് ഹിയറിങ്ങിന് വെച്ചു. ആ ഹിയറിങ്ങിന് വരുമ്പോൾ ജഡ്ജി തന്നെ പറഞ്ഞു, ഇത് മീഡിയേഷന് പോട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് തന്നെ മീഡിയേഷന് പോകാനായിട്ടുള്ള ഒരു ഉത്തരവിട്ടു. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈശോ നൽകിയ അനുഗ്രഹമായിരുന്നു. കാരണം ജഡ്ജി അത് പറയുന്നതിന് മുമ്പ്
നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാനൊരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയിൽ മേരി ചൊല്ലിക്കൊണ്ടിരുന്നാൽ എത്ര വലിയ കെട്ടും അഴിയുന്നുള്ള കാര്യം. അങ്ങനെ ആ അത്ഭുതകരമായിട്ട് അത് മീഡിയേഷന് പോയി. എങ്കിലും അതിലും അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു മീഡിയേഷനിൽ. അപ്പോൾ ഫൈനലി ആ മീഡിയേറ്റർ അത് തന്നെ അതിലിടപെട്ടിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും നമ്മളിത് തിരിച്ച് കോർട്ടിലേക്ക് വിടരുത്, ഇത് മീഡിയേഷനിൽ തന്നെ മീഡിയേഷനിൽ ഒത്തുതീർപ്പാകണം. അപ്പോൾ അവർ തിരിച്ചു വിടാനൊന്നും റെഡിയല്ലായിരുന്നു ജിൻസിയുടെ പാരൻസ്. പക്ഷേ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നിട്ടുള്ള ഷെയർ ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മ്യൂച്വൽ ഡിവോഴ്സായിട്ട് ആക്കാമെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമൊന്നും ഇല്ലെങ്കിലും എന്നെ നിർബന്ധിച്ച് അത് സൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അവർ സൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ അത് കോടതിയിൽ പോകാതെ അത് ഒരു എഗ്രിമെൻറ്റിൽ തീർന്നു. അപ്പോൾ 10 മാസം എഗ്രിമെൻറ്റിൻ്റെ ടൈം കിട്ടുമായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ആ മീഡിയേഷൻ എഗ്രിമെൻറ്റിൽ 10 മാസം സമയം കിട്ടി. അപ്പോൾ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു 10 മാസം കൂടി എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അടുത്ത ഉടമ്പടി പുതുക്കൽ വരുന്നതിന് മുമ്പായിട്ട് 2025 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ സംബന്ധിക്കുന്നതോടുകൂടിയാണ് എനിക്ക് ഒരുപാട് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതിനുശേഷം എനിക്ക് വളരെ ഉറപ്പായി മാതാവ് ഈ കാര്യത്തിൽ ഇടപെടുന്നതായിട്ട്. അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ പാരൻസിൻ്റെ വീട് തൃശ്ശൂരാണ്. ട്രെയിൻ തൃശ്ശൂർ സ്റ്റേഷനിലൂടെ എടുക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് നിറയെ ഗോവണികളാണ്. ഒരു മാതാവിൻ്റെ ഒരു പാട്ടിൽ നമ്മൾ പാടുന്നുണ്ട്, സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്നെ ഒരിക്കൽ കൂടി അറിയിക്കുന്നതായിരുന്നു. അതൊരു ദർശനത്തേക്കാൾ കൂടുതൽ ഉപരിയായിരുന്നു. കാരണം ട്രെയിൻ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ആ ഗോവണികൾ പുറകോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഒരിക്കൽ കൂടി മാതാവ് ഉറപ്പ് തരികയായിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 23 മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഡേറ്റ് തന്നിരുന്നത്. ആ ഡേറ്റിനോട് അടുക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് നടക്കില്ല. കാരണം അത് ദൈവഹിതമല്ല. കാരണം ദൈവം വചനങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും എല്ലാം എനിക്ക് ഉറപ്പ് തന്നിരുന്നു ദൈവം നിങ്ങളെ ഒരുമിപ്പിക്കുന്നതായിട്ട്. അങ്ങനെ ഒരാഴ്ച മാത്രം ആ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഡേറ്റിന് ബാക്കിയുള്ളപ്പോൾ ഒരാഴ്ച മുമ്പായിട്ട് ജിൻസിയുടെ ബ്രദർ എന്നെ വിളിക്കുകയായിരുന്നു. ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശക്തമായ ഒരു ഫോഴ്സിങ് ഉണ്ടാകുന്നു, നിങ്ങൾ സെപ്പറേറ്റ് ആകാൻ പാടില്ല, നിങ്ങൾ ഒന്നിക്കാനായിട്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. അങ്ങനെ അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിക്കാരത്തിനെ ദൈവം ടച്ച് ചെയ്തു. ഏതൊരു സ്പിരിച്വൽ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സ്പർശനം പുള്ളിക്കാരത്തേക്ക് കിട്ടുകയും അങ്ങനെ പുള്ളിക്കാരത്തി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ഫെബ്രുവരി 19 തൃശ്ശൂർ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന് പുള്ളിക്കാരത്തിയായിട്ട് തിരിച്ച് നേരിട്ട് കൃപാസനത്തിലേക്കാണ് വന്നത്. എറണാകുളത്താണ് ഞങ്ങളുടെ നാട്ടിലെ വീട്. എങ്കിലും അവിടേക്ക് പോകാതെ ഡയറക്റ്റ് കൃപാസനത്തിലേക്ക് വന്നു. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഒരു റൂം എടുത്ത് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഉടമ്പടിയൊക്കെ പുതുക്കി. അങ്ങനെ മാതാവിൻ്റെ ഒരു മധ്യസ്ഥതയിൽ നടന്ന കാര്യത്തിന് നന്ദി പറയാനായിട്ട് ആദ്യമായി ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എത്തി. അങ്ങനെ മാതാവിനെ നന്ദി പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോയി. ഈ കാലയളവിനെല്ലാം ജിൻസിക്കും എനിക്കും എല്ലാം സംരക്ഷണം നൽകിയത് മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഉടമ്പടി ജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പത്രം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഈ പത്രം കൊടുക്കുമ്പോൾ തന്നെ ഈ പത്രം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതെല്ലാം കരങ്ങളിലാണ് എത്തേണ്ടത്. അപ്പോൾ അവരോട് ഞാൻ ഉടമ്പടിയെപ്പറ്റി പറയും. അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് അവരോട് ഞാൻ പറയും, ദൈവം എനിക്ക് പറഞ്ഞു തരും, ഈ വ്യക്തി ഉടമ്പടി എടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ കാശ് രൂപം എല്ലാം കൊടുക്കും. അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നും മലയാളികളല്ലാത്ത സഹോദരങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഹിന്ദി, ഇംഗ്ലീഷ് ഉടമ്പടിയെല്ലാം എടുക്കാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലും പ്രായമുള്ള ആളുകളുടെ വീടുകളിലെല്ലാം സന്ദർശിച്ച്, ആശുപത്രികളിലെല്ലാം സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ, അങ്ങനെയുള്ള നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വഴി ഒരുപാട് അത്ഭുതങ്ങൾ
മാതാവിൻ്റെ മധ്യസ്ഥയിൽ നടന്നിട്ടുണ്ട്. പല വ്യക്തികളും മരണത്തിലേക്ക് പോകുന്ന അവസ്ഥകളിൽ അവർക്ക് തേനും അതുപോലെ കാശുരൂപം എല്ലാം അവർക്ക് കൊടുക്കുമ്പോൾ അവരതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 ആഴ്ച കുടുംബം കുമ്പസാരിക്കുക, വചനം വായിക്കുക, വചനാഭിഷേകത്തിൽ വളരുക, അതുപോലെ ഇല്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക, അതുപോലെ ഉള്ളവരെ ആഴപ്പെടുത്തുക, ഇതിനെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനി ജിൻസിയെ 2 വാക്ക് പറയുന്നതായിരിക്കും. I am Jinsi Jameson. I am wife of Jameson Francis. Actually, I would like to express my gratitude towards Kribasana Mother Mary, because she has liberated me from separation from my husband. Actually, I was living very depressing life with my parents, actually, because we were separated for 4 years. And currently I am now back with my husband. I am very grateful to Kribasana Mother Mary and Jesus especially, and I am very much happy to come back. Thank you so much. Thank you. കഴിഞ്ഞ 4 വർഷക്കാലം ഞങ്ങളെ സംരക്ഷിക്കുകയും അവസാനം ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്ത കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അവർ ഇനി 2 അല്ല, ഒരേ ശരീരമാണ്. ദൈവം ചേർത്തതിനെ മനുഷ്യന് വേർപെടുത്തരുത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വചനമാണ്. ദൈവം ചേർക്കുന്ന ബന്ധമാണ് വിവാഹം. അത് ഒരു മനുഷ്യ തീരുമാനം മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവം ചേർത്ത ബന്ധം നമ്മൾ തകർക്കാൻ പാടില്ല. ഇത് വിശ്വാസവും സഹനവും ക്ഷമയും ആവശ്യപ്പെടുന്ന ഒരു ബന്ധമാണ്. ഉടമ്പടിയിലൂടെ ദൈവം നമ്മോട് ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധമാണ് വിവാഹ ജീവിതത്തിൽ നമ്മൾ പരസ്പരം ആ ബന്ധം, ആത്മീയ ബന്ധം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. വിവാഹം പോലെ തന്നെയാണ് ദൈവത്തോടുള്ള ഈ ഉടമ്പടിയും വേർപെടാതെ നിലനിർത്തേണ്ട ഒരു ബന്ധമാണ്. പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രശ്നങ്ങളുടെ ഇടയിലും പ്രാർത്ഥനയിൽ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവം ചേർത്ത ബന്ധങ്ങൾ വിശുദ്ധവും ശാശ്വതവുമായ ഒരു ബന്ധമാണ്. അത് സംരക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുന്നത്. ഈശോയും അമ്മയും സ്നേഹിച്ച് യോജിപ്പിച്ച ഒരു നല്ല ഒരു ദൈവിക ബന്ധത്തെപ്പറ്റിയാണ്, ദൈവാനുഭവത്തെപ്പറ്റിയാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ജെയിംസണും ഭാര്യ ജിൻസിയെ നമ്മളോട് ഷെയർ ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനം, യാക്കോബിൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും എപ്പോഴും ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ദൈവ സാന്നിധ്യത്തിന് ഒരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്, കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ വഴിയാണ് പരിശുദ്ധ അമ്മ നമ്മിലേക്ക് തുറന്നു തരുന്നത്. കൃപാസനത്തിൽ മാതാവിലൂടെ, പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയിലൂടെ നാം ഈശോയിലേക്ക് എത്തുകയാണ്. അത് ഈ മകൻ പറഞ്ഞ പോലെ യാക്കോബിൻ്റെ ഗോവണി പോലെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ വാതിൽ തുറന്ന് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം ദൈവം തുറന്നു തരുന്ന ആ വാതിലിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ കൊണ്ടുപോകുന്നത്. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജെയിംസിനെയും ജിൻസിയെയും കൂട്ടിയോജിപ്പിച്ച ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ആ ദൈവം. സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്ന, നമ്മളെ ദൈവത്തോട് ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചേർത്ത് പിടിപ്പിക്കുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും ഈ മകൻ്റെ ജീവിതത്തിൽ വഴിയൊരുക്കി തന്നത് ഓരോ രീതിയിലും ഓരോ വ്യക്തികളിൽ കൂടെ, ഓരോ സാഹചര്യങ്ങളിൽ കൂടെ വഴിയൊരുക്കി തന്ന ആ അമ്മയാണ് കൃപാസനം അമ്മ. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ആ അമ്മയാണ്. 4 വർഷത്തിന് ശേഷം ഈ മക്കൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറന്നു കൊടുത്തത്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ഗീതു. ഞാൻ വരുന്നത് മൂവാറ്റുപുഴ ആവോലിൽ നിന്നാണ്. ഇത് എൻ്റെ അമ്മ, ഇതെൻ്റെ മോള് റിതു.
എനിക്ക് മാതാവും ഈശോയും തന്ന ഒരു ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഞാൻ ആക്ച്വലി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഉടമ്പടി ഞാൻ ആദ്യം ഇവിടെ വന്ന് എടുത്തതാണ്. അതിനു മുന്നേ ഞാൻ ഓൺലൈനിലാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എൻ്റെ മോള്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഒരു ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും 1 വർഷത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ സൗദി ചെന്ന് കഴിഞ്ഞ് അവിടെയുള്ളൊരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആ ചേച്ചി വഴി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും 2023 ആ വർഷം തന്നെ, ആ മാസം ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു, ആ മാസം ലാസ്റ്റ് തന്നെ ഞാൻ കൺസീവ് ആവുകയും ചെയ്തു. ആ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപമാല ഇവിടെ നടക്കുന്ന കാര്യം ആ ചേച്ചി എന്നോട് പറയുകയുണ്ടായി. അന്ന് ഞങ്ങൾ കുറേ സിസ്റ്റർമാരെല്ലാം കൂടെ എൻ്റെ റൂമിൽ വന്ന് ഇവിടുത്തെ ഇന്ത്യൻ സമയം അനുസരിച്ച് ഞങ്ങൾ അവിടെ വെളുപ്പിനെ എണീറ്റ് അഖണ്ഡ ജപമാല ഓൺലൈനായിട്ട് ഞങ്ങൾ TV-യിൽ കണ്ട് ഫുള്ള് ഇവിടെ എപ്പോഴാണോ അത് തീരുന്നത് ആ സമയത്ത് ഞങ്ങളത് പ്രാർത്ഥിച്ച് അവിടെ അവസാനിപ്പിച്ച് ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നമുക്ക് എന്താവും നോക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്തു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. മാതാവിൽ ഇത്രയും പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിച്ച്, എല്ലാവരും പറയുന്നത് പോലെ ഞാനും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് എനിക്ക് നടന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആനന്ദമൊക്കെ ആയിരുന്നു. പിന്നെ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാനുള്ളൊരു അനുഗ്രഹം ഉണ്ടായി. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം, ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടുകയുണ്ടായി. പിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ കൂടെ ഒരു കുഞ്ഞ് നടന്നു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എന്താണോ ഞാൻ ആഗ്രഹിച്ച അതേപോലൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. അതേപോലൊരു കുഞ്ഞിനെയാണ് എനിക്ക് മാതാവ് തന്നത്. ഒരു ഗ്രേ കളറ് ഉടുപ്പിട്ട കുഞ്ഞായിരുന്നു. ഞാൻ ആ ഉടുപ്പിന് വേണ്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് കിട്ടിയില്ല. പക്ഷേ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഉടുപ്പിട്ടുകൊണ്ട് വരുന്നതായിരിക്കും. ഗ്രേ കളറിൽ ഉടുപ്പിൽ വെള്ള പൂക്കളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. പല കടകളിലും ഞാൻ തപ്പി, പക്ഷേ എനിക്കിതുവരെ കിട്ടിയില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒന്നുകൂടെ വന്ന് മാതാവിനെ കാണിക്കുന്നതായിരിക്കും. സുഗന്ധാഭിഷേകം, ഞാൻ അന്ന് ഇവിടെ വന്നപ്പോഴും സുഗന്ധാഭിഷേകം കിട്ടി. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സ്വപ്നത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് പലരും പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വപ്നത്തിലല്ല, അത് ശരിക്കും എനിക്കിവിടെ അനുഭവിച്ചതാണ്. ഇന്ന് ഞാൻ രാവിലെ ഇവിടെ 7:30 ആയപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അച്ഛനെ ഇവിടെ കാണുന്നത്. ഇത്രയും നാൾ ഞാൻ യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനെ കാണാൻ പറ്റി, സിസ്റ്ററിനെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ ഫസ്റ്റിൽ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സുഗന്ധാഭിഷേകം. ഇവിടെ കൂടെ നടക്കുമ്പോഴൊക്കെ എനിക്കത് കിട്ടുന്നുണ്ട്. മോളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു, അവിടെയും ഒക്കെ ഇങ്ങനെ എനിക്ക് സുഗന്ധാഭിഷേകം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് സന്തോഷത്തിലൂടെ ഞാൻ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് രണ്ടാമത് പറയാനുള്ള സാക്ഷ്യം, ഞാനൊരു വീട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 1 രൂപ പോലും ഇല്ലാതിരുന്ന സമയത്ത് മാതാവ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്കൊരു അമ്പലം വേണമെന്നുണ്ടായിരുന്നു, ഒരു പള്ളി വേണമെന്നുണ്ടായിരുന്നു. അതെല്ലാം മാതാവ് കണ്ട് അനുഗ്രഹിച്ച് എനിക്കൊരു നല്ലൊരു ഭവനം തന്നു. ഞാൻ ഇന്ന് ആ ഭവനത്തിൽ നിന്നാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ വന്നത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, ഈശോ അപ്പയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഇനിയും എൻ്റെ ആഗ്രഹങ്ങൾ കുറേ സാധിക്കാനുണ്ട്. അത് ഇനി മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അവിടുന്ന് ചേച്ചിമാർ എനിക്ക് ഉടമ്പടി ഉപ്പ് എനിക്ക് തന്ന് ഞാനത് കഴിച്ചിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് തൈലം കിട്ടിയത് എൻ്റെ നെറ്റിയിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ നെറ്റിയിലും അടിവയറ്റിലും ഞാനത് പുരട്ടിയിട്ടുണ്ട്. കുഞ്ഞുണ്ടായപ്പോൾ മുതൽ അവക്കും ഞാനിത് പറ്റിക്കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ
പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഓൺലൈനായിട്ട് ഈ അഖണ്ഡ ജപമാല കൂടുമെങ്കിലും അതിൻ്റെ പിന്നത്തെ വർഷം എനിക്ക് കുഞ്ഞിനെയും കൊണ്ടിരുന്ന് ഓൺലൈനിൽ അഖണ്ഡ ജപമാല എനിക്ക് കൂടാൻ പറ്റി. അതൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. ഈ പ്രാവശ്യവും ഞാൻ അവളെയും കൊണ്ട് ഓൺലൈനിൽ അഖണ്ഡ ജപമാല കാണുകയുണ്ടായി. ഇനി ഒരു പ്രാവശ്യം എനിക്ക് ഇവിടെ വരണമെന്നുണ്ട്. അതും മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെക്കേഷന് വന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാനാണ് സാധിക്കുക. ഞാൻ ഈശോയുടെ നാമത്തിൽ എനിക്ക് കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ രോഗികളെ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കണ്ട് സംസാരിച്ച് ഞാൻ അവർക്ക് പത്രം കൊടുക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്തായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഓൺലൈനിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന രോഗികൾക്കൊക്കെ പണം അയച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ സന്തുഷ്ടയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രാർത്ഥനകൾ കേട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് ഒക്കെയാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും മുടങ്ങാതെ ഞാൻ കാണും. ചൊവ്വാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ ആ ആഴ്ച തീരുന്നതിന് മുന്നേ എന്തായാലും ഞാൻ കണ്ടു തീർക്കും. എല്ലാവർക്കും അയച്ചു കൊടുക്കും. എൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറയും. എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് എൻ്റെ കുഞ്ഞ്. നിങ്ങൾക്കും ഇതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും സാധിച്ചു, നിങ്ങൾക്കും കിട്ടും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. 1000 നന്ദി. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം തിരുവചനം. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നു. താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഗീതുമോൾ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഈ അൾത്താരയിൽ കയറി വന്ന് നിൽക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാനാണ്. തൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ഈശോയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്താനാണ് ഗീതു ഇന്ന് ഈ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 6 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു വലിയ സങ്കടക്കടലിലാണ് അവർ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കൃത്യമായ ഒരു മെസ്സേജ് നൽകിയത്. അഖണ്ഡ ജപമാല ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന അതേ സമയം തന്നെ ഇന്ത്യൻ ടൈമിൽ തന്നെ അവരവിടെ അഖണ്ഡ ജപമാല കൃത്യമായി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വലിയ അഭിഷേകത്തിലായിരുന്നു അവരെല്ലാവരും. വളരെയധികം സന്തോഷാശ്രു പൊഴിക്കുവാനും ഒരു വലിയ ആന്തരിക സമാധാനം അവർക്ക് അനുഭവിക്കാനും സാധിച്ചു എന്ന് ഗീതു ഏറ്റുപറയുകയുണ്ടായി. അന്ന് തന്നെ അവർക്ക് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു ഗീതുവിന് ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ളത്. ഉടനെ തന്നെ അവരെല്ലാവരും പറഞ്ഞു, നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിനക്ക് നല്ല ഒരു ഉത്തരമായിരിക്കും നൽകുന്നതെന്ന്. അവരുടനെ തന്നെ ടെസ്റ്റിന് പോയി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നു, താൻ കൺസീവാണെന്നുള്ളൊരു വലിയ സന്തോഷ വാർത്ത പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ ഒരു മംഗളവാർത്തയായി ഗീതുവിന് ലഭിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്ക് ഗീതുവിനെ സ്വപ്നദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. ഒരു കുഞ്ഞുടുപ്പിട്ട ഒരു ഗ്രേ കളറിലുള്ള ഉടുപ്പുള്ള ഡിസൈനോട് കൂടിയ ഒരു കുഞ്ഞിനെ കാണിച്ചു. ആ കുഞ്ഞിൻ്റെ പെൺകുഞ്ഞായി ജനിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മ ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മെ കൃത്യമായി അറിയിക്കുകയും ഈശോയുടെ അനുഗ്രഹവും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നതായി ഉടമ്പടിയിലുള്ള എല്ലാ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്കുണ്ടെന്ന് തെളിയിക്കുന്ന സുഗന്ധാഭിഷേകം പല പ്രാവശ്യങ്ങളായി അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്തുവെന്ന് ഗീതു ഏറ്റുപറയുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ഇടയ്ക്കിടെ നമ്മോട് പറയും, മക്കളെ ഒന്ന് പ്രാർത്ഥിക്കൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന ഓർത്തെടുക്കുകയാണ്. കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതത്തിൽ അങ്ങയോട് കാണിക്കേണ്ട ദൈവസ്നേഹത്തിന് ഉപോൽപ്പന്നമായ അഭിഷേകം നൽകണമേ എന്ന് അച്ഛനൊരിക്കൽ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പറയുകയുണ്ടായി. നമുക്കെപ്പോഴും അച്ഛൻ പറയുന്ന പ്രാർത്ഥനകളെല്ലാം ഏറ്റുചൊല്ലാം. നാം ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നോട്ടെടുത്ത് നമുക്കത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും വചനങ്ങൾ വീണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ഒന്ന് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, ഉടമ്പടിയിലെ ദൈവിക കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് മാത്രം നമുക്ക് ഓർത്തിരിക്കാം. അത് തന്നെയാണ് ഗീതു ചെയ്തത്. എപ്പോഴും
ദരിദ്രരോടുള്ള വലിയ കാരുണ്യത്തോടെ അവരെ കാണാനും എന്നെപ്പോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനൊക്കെ ഉള്ളൊരു വലിയ മനസ്സ് അഭിഷേകം ഇന്ന് ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഗീതുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും